स्वयं रूप कदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरि ओम तत्सत् हरे कृष्ण सो എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലോട്ട് സ്വാഗതം ഞാൻ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ചാപ്റ്റർ 2 ഏതാണ് വേഴ്സ് മാതാജി 9th verse Prabhuji 9th verse okay ഹരേ കൃഷ്ണ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് രണ്ടാമത്തെ അധ്യായം 9ാമത്തെ ശ്ലോകം സഞ്ജയ ഉവാച ഏവം ഉക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ നയോച്ഛ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഹൂവഃ. ഹരേ കൃഷ്ണ. മനോജ് പ്രഭു വായിക്കുന്ന. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയ ഉവാച ഏകമുക്ത ഹരികേശ ഗുഡാകേശ പരാന്തപ നായോത്സായിതി ഗോവിന്ദമുക്ത തൂഷ്ണീ ബഹൂവഃ. ട്രാൻസ്ലേഷൻ അർച്ചന മാതാജി. Sanjay said, having spoken thus, Arjun, chastisers of enemies, told Krishna, Govinda, I shall not fight, and fell silent. Haribol. So Sanjaya said, having spoken thus, Arjuna, chastiser of enemies, told Krishna, Govinda, I shall not fight, and fell silent. Okay. ഇതിപ്പോൾ ആരായിട്ടുള്ള കോൺവെർസേഷന് സഞ്ജയൻ ആരോട് പറഞ്ഞു? ധൃതരാഷ്ട്രനോട് അല്ലേ? അർജുനൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിവരം ധൃതരാഷ്ട്രനോട് സഞ്ജയൻ പറഞ്ഞു. Thus Arjuna, chastiser of enemies, told Krishna, Govinda, I shall not fight, and fell silent. Okay. Purport. Dhritarashtra must have been very glad to understand that Arjuna was not going to fight and was instead leaving the battlefield for the begging profession. But Sanjaya disappointed him again in relating that Arjuna was competent to kill his enemies, Parantapa. Although Arjuna was for the time being overwhelmed with false grief due to family affection, surrendered unto Krishna's supreme spiritual master as a disciple. സഞ്ജയൻ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. കാരണം അർജുനൻ പറഞ്ഞില്ല, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അതിനേക്കാളും നല്ലത് ഒക്കെ ഭിക്ഷ യാചിച്ച് ജീവിക്കുകയാണ് നല്ലതെന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രക്ക് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, ഓക്കെ സഞ്ജയൻ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് നല്ലതല്ലേ, ആർക്ക്? കൗരവന്മാർക്ക്. അവർക്ക് കണ്ടിന്യൂ ആയിട്ട് അവരുടെ രാജഭരണം തുടരാൻ പറ്റും. ഇവരെ വിട്ടുപോവാണ്, വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ. പക്ഷേ പരന്തപ എന്നുള്ള ആ അഡ്രസ്സിങ്ങിൽ, അതായത് ഇവിടെ സഞ്ജയൻ അർജുനെ ഇവിടെ സംബോധന ചെയ്യുന്ന പരന്തപ അല്ലേ? അപ്പോൾ പരന്തപ എന്നുള്ള ആ സംബോധനയിൽ തന്നെ ഒരു പ്രത്യേക ഇതുണ്ട്. ഇവിടെ പ്രഭുപാദരുടെ അടുത്ത് പറയുന്നത്,
ടൈം ബീങ് ഹീസ് ഓവർവെൽഡ്. ഓക്കെ, കാരണം ആ സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലായിരുന്നു, ബിൽഡർമെന്റ് സ്റ്റേറ്റിലായിരുന്നു. അതുകൊണ്ട് അർജുൻ അങ്ങനെ പറഞ്ഞു പോയത് മാത്രം. ചിലപ്പോൾ നമ്മളെല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ച് ശരിക്കും എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യും. അപ്പോൾ ഇവിടെ അർജുനെ വിശേഷിപ്പിക്കുന്നത് പരന്തപ എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് എന്താണ് ചാസ്റ്റൈസർ ഓഫ് എനിമി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അർജുനൻ തീർച്ചയായിട്ടും ആ സമയത്ത് കൺഫ്യൂസ് സ്റ്റേറ്റിലാണെങ്കിലും കൂടിയിട്ട് എന്തായാലും അവിടുന്ന് വിട്ടുമാറാനുള്ള സാധ്യത കുറവാണെന്ന് ഇവിടെ പർപ്പോട്ടിൽ പ്രഭുപാദർ പറയുന്നത്. എന്താ പറയുന്നത്? Although Arjuna was for the time being overwhelmed with false grief due to family affection, he surrendered unto Krishna, supreme spiritual master, as a disciple. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇനി പറഞ്ഞു കൊടുക്കും എന്താണ് അർജുനൻ ചെയ്യേണ്ടത്, നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. സോ ദിസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഹി വുഡ് സൂൺ ബി ഫ്രീ ഫ്രം ദ ഫോൾസ് ലാമെന്റേഷൻ. അപ്പോൾ ശരിക്കുള്ള ഒരു സന്ദർഭമല്ലാതെ resulting from family affection and would be enlightened with perfect knowledge of self-realization. നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇത് കൂടെ നമുക്ക് പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. നമ്മളും ഇങ്ങനത്തെ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും ചില സിറ്റുവേഷനിൽ, ചില സാഹചര്യത്തിൽ. ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആരെ സമീപിക്കണം, എങ്ങനെ ഈ കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഒരു സീനിയർ ആയിട്ടുള്ള, നമുക്ക് വിശ്വാസമുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സീനിയർ ഡിവോട്ടിയോ അല്ലെങ്കിൽ ഗുരുവോ, അങ്ങനെ ആ പദവിയിലുള്ള ഒരു ഡിവോട്ടിയെ നമ്മൾ സമീപിക്കണം. അപ്പോൾ നമ്മളുടെ എല്ലാ ഈ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഡയലമ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മളുടെ ശരിക്കുള്ള ആ ധർമ്മം ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് ഇവിടെ പ്രഭുപാദർ പർപ്പോട്ടിൽ പറയുന്നത്. ഓക്കെ, സോ എനി അതർ പോയിന്റ്സ്? So this indicated that he would soon be free from the false lamentation resulting from family affection and would be enlightened with perfect knowledge of self-realization or Krishna consciousness, and would then surely fight. Thus Dhritarashtra's joy would be frustrated since Arjuna would be enlightened by Krishna and would fight to an end. ഒരു ഇൻഡിക്കേഷനാണ് സഞ്ജയൻ ഒരു ധൃതരാഷ്ട്രക്ക് ഇൻഡയറക്ട്ലി ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ്. അർജുനൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് തീർച്ചയായിട്ടും അർജുനൻ ഇന്ന് പിന്മാറാൻ പോകുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ കൂടെയുണ്ട്. ഭഗവാൻ കൃഷ്ണൻ വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കും. ആൻഡ് അർജുന വിൽ റിഗെയിൻ ഹിസ് സ്ട്രെങ്ത് ആൻഡ് വിൽ സ്റ്റാർട്ട് ഫൈറ്റിംഗ്. ഇതാണ് പറയുന്നത് അല്ലേ. എനി അതർ പോയിന്റ്സ്? സരദ മാതാജി, ഹരേ കൃഷ്ണ. പ്രഭു, എന്തൊക്കെയുണ്ട്? ഞങ്ങള് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. വീട് ഷിഫ്റ്റ് ചെയ്തോ? അടുത്ത് തന്നെയാണ്. ശരി, ഓക്കെ. യെസ്, devotees, any points, further points? ശാന്തരൂപ പ്രഭു എന്തെങ്കിലും ഉണ്ടോ, ഷെയർ ചെയ്യണ്ടോ? ഇല്ല പ്രഭുജി, ഹരേ കൃഷ്ണ, ഇല്ല. So we'll go to the next. അടുത്ത ശ്ലോകം വായിക്കാം. തം ഉവാച ഋഷികേശ പ്രഹസൻ ഇവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തം ഇദം വച. സിമി മാതാജി. Hare Krishna Prabhuji. കൃഷ്ണ. Tam vacha Rishikesha prahassanniv bharata senayorupayor madhye vishidhandam idam vacha. ട്രാൻസ്ലേഷൻ വായിക്കൂ. O descendant of Bharata, at that time Krishna, smiling in the midst of both the armies, spoke the following words to the grief-stricken Arjuna. O descendant of Bharata, at that time Krishna, smiling in the midst of both armies, spoke the following words to the grief-stricken Arjuna. Purport. The talk was going on between intimate friends, namely the Rishikesha and the Gudakesha. Rishikesha എന്നുള്ള അർത്ഥം എന്താണ് സിമി മാതാജി? പ്രഭുജി എനിക്ക് കിട്ടുന്നില്ല.
മറന്നോ? ഋഷികേശ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രഭുജി. ഋഷികേശ, മാസ്റ്റർ ഓഫ് ദ സെൻസസ്. ഋഷികേന ഋഷികേശ സേവനം ഭക്തിർ ഉച്ചതേ. ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഋഷികേശ, മാസ്റ്റർ ഓഫ് ദ സെൻസസ്. നമ്മുടെ സെൻസസ് കൊണ്ട് മാസ്റ്റർ ഓഫ് ദ സെൻസിനെ നമ്മൾ സേവിക്കണം പറഞ്ഞിട്ടുണ്ട്. ഋഷികേന ഋഷികേശ സേവനം ഭക്തിർ ഉച്ചതേ. അതാണ് ഉത്തമമായിട്ടുള്ള ഭക്തി. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ മാസ്റ്ററെ നമ്മൾ സേവിക്കണം. ഓർമ്മയുണ്ടോ? പ്രഭുജി എന്റെ അടുത്ത് എന്നോടാണോ ചോദിച്ചേ? അതെ അതെ അതെ. അയ്യോ ഇല്ല പ്രഭുജി, എനിക്കിത് ഓക്കെ. ഗുഡാകേശ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കാം. ഋഷികേശം പറഞ്ഞ മാസ്റ്റർ ഓഫ് ദ സെൻസസ്. ഓക്കെ, ഗുഡാകേശ പറഞ്ഞാലോ? The one who can control his sleep. Oh, who is that? കണ്ണൻ. Arjuna. എന്നാ ആരെ പറഞ്ഞ? കണ്ണനാണോ? Yes, Prabhuji. അപ്പൊ വൺ ഹു ക്യാൻ കോൺകർ ദ സ്ലീപ്പ്. അതല്ലാതെ ഒരർത്ഥം കൂടി ഉണ്ട്. Conqueror of ignorance. Very good. So one who can control or conquer the ignorance and sleep also. Okay. അപ്പോൾ ഈ സംവാദം നടക്കുന്നത് ഭഗവാൻ കൃഷ്ണനും തൻ്റെ ഉത്തമ സുഹൃത്തായ അർജുനൻ്റെയും ഇടയിലാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ പറഞ്ഞ് ഒന്ന് ഋഷികേശ. ഹൂ ഇസ് ദാറ്റ്? ഹി ഈസ് എ മാസ്റ്റർ ഓഫ് ദ സെൻസസ്. ഓക്കെ. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇന്ദ്രിയങ്ങളുണ്ട്. ഇപ്പം ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾ മാസ്റ്റർ ആണെങ്കിലും കൂട്ടിയിട്ട് അതിനൊരു സുപ്രീം മാസ്റ്റർ ഉണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഒരു മാസ്റ്റർ ഉണ്ട്. ആ മാസ്റ്ററാണ് ഋഷികേശ. ദാറ്റ് ഈസ് ദ മാസ്റ്റർ ഓഫ് സെൻസസ്. ദാറ്റ് ഈസ് ലോർഡ് കൃഷ്ണ. ആൻഡ് ദ ഗുഡാകേശ അർജുനൻ എന്തുകൊണ്ടാണ് ഗുഡാകേശ എന്നറിയാൻ കാരണം അദ്ദേഹം തൻ്റെ ഉറക്കത്തെ, നിദ്രയെ, പിന്നെ ഇഗ്നോറൻസിനെയും കോൺകർ ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഋഷികേശ ആൻഡ് ഗുഡാകേശ രണ്ടുപേരെയും ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ആസ് ഫ്രണ്ട്സ് both of them were on the same level, but one of them voluntarily became a student of the other. ഇവിടെ പറയുന്ന പർപ്പോട്ടിൽ പ്രവാദ പറയുന്ന രണ്ടുപേരും ഒരേ ലെവലിലാണ്. അതുകൊണ്ടാണല്ലോ അവർ ഫ്രണ്ട്ലി മാനറിൽ അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് ഒരാൾ വോളണ്ടറിലി, ഓക്കെ, സ്വമേധയ വിദ്യാർത്ഥിയായി, മറ്റേ കൃഷ്ണൻ മാസ്റ്ററുമായി, അല്ലേ? അപ്പോൾ വോളണ്ടറിലി ബിക്കെയിം എ സ്റ്റുഡൻറ് ഓഫ് the other. Krishna was smiling because a friend had chosen to become a disciple. ഇത്രയും നേരം ഒക്കെ വളരെ കൂട്ടുകാരെ പോലെ പെരുമാറിയ അതേ അർജുനൻ ഭഗവാൻ കൃഷ്ണനെ തൻ്റെ ഗുരുവായിട്ട്, തൻ്റെ മാസ്റ്ററായിട്ട് ഇവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ചെറിയൊരു പുഞ്ചിരി അവിടെ കാണിക്കുന്നു. So he is always in as Lord of all, he is always in the superior position as the master of everyone, and yet the Lord agrees to be a friend, a son, or a lover, or a devotee who wants him in such a role. അപ്പോൾ എന്താണ് നമ്മുടെ ആവശ്യം? ഓക്കെ, നമ്മൾ ഭഗവാനെ എങ്ങനെ കാണണം എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ്. അർജുനൻ ഇതേവരെ ഭഗവാനെ കണ്ടിരുന്ന തൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ വന്ന സമയത്ത് അർജുനന് വേണ്ടത് ഒരു ഫ്രണ്ടിനേക്കാളും ഉപരി ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ടീച്ചറെയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാൻ ആ പൊസിഷനും അവിടെ എടുത്തു. അപ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? സോ ഭഗവാനെ ഒരു ലവറായിട്ട് വേണോ? അതും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു മകനായിട്ട് വേണോ? അതും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് നമുക്ക് ഭഗവാനായിട്ട് ഇടപഴകേണ്ടത് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ഭഗവാൻ അവിടെ ഒരുക്കി തരുന്നു. അപ്പോൾ നമുക്കറിയാം, വൃന്ദാവനത്തിലെ എല്ലാ വൃന്ദാവനവാസികളും ഭഗവാനായിട്ട് ഡിഫറെൻറ്റ് തരത്തിലാണല്ലേ, വിവിധ തരത്തിലാണ് ഭഗവാനായിട്ട് ഇടപെടുന്നത്. ഇപ്പോൾ നന്ദമഹാരാജും യശോദമയും അവരുടെ വാത്സല്യഭാവത്തിലാണ്, അതായത് പാരൻ്റൽ റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, ഗോപന്മാർ മുഴുവൻ സഖ, ഓക്കെ, ഫ്രണ്ട്ലി, ഫ്രട്ടേണിറ്റി. ഓക്കെ, പിന്നെ ഗോപികമാരോ മാധുര്യ രസത്തിലാണ്.
പിന്നെ കുറേ വൃന്ദാവൻവാസികൾ ദാസ്യരസത്തിനുണ്ട്, ശാന്തരസത്തിനുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ തരത്തിൽ ഭഗവാൻ നമുക്ക് നമ്മളോട് റെസിപ്രിക്കേറ്റ് ചെയ്യും. അതാണ് ഭഗവാന്റെ ഒരു ഇത്. അങ്ങനെ ഒരു ഒരു പെർട്ടിക്കുലർ ഇതൊന്നുമില്ല. ഏത് വിധത്തിലും ഏത് തരത്തിലും ഭഗവാൻ നമ്മളായിട്ട് ഇടപഴകും. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം. അപ്പം ഇവിടെ അർജുനൻ സഖ എന്നുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു മെലോലാണെങ്കിലും കൂടിയിട്ട് ഉടനെ തന്നെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ആ സിറ്റുവേഷൻ വാറൻസ് ദാറ്റ് ഹി വാണ്ട്സ് എ സ്പിരിച്വൽ മാസ്റ്റർ. ഇമ്മീഡിയറ്റ്ലി ഭഗവാൻ അർജുനൻ്റെ സ്പിരിച്വൽ മാസ്റ്ററായിട്ട് അവിടെ ആക്ട് ചെയ്യാൻ തുടങ്ങി. But when he was accepted as the master, he at once assumed the role and talked with the disciple like the master, with gravity as it is required. It appears that the talk between the master and the disciple was openly exchanged in the presence of both armies, so that all were benefited. So the talks of Bhagavad Gita are not for any particular person, society or community, but for all, and friends or enemies are equally entitled to hear them. അപ്പോൾ ഇതൊരു കോൺഫിഡൻഷ്യൽ കൺവെർസേഷൻ ആയിരുന്നില്ല എന്നാണ് ഞാൻ ഇന്ന് പർപ്പോട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രവാദം എഴുതിയിരിക്കുന്നത്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ ടോക്ക് ബിറ്റ്വീൻ ദ മാസ്റ്റർ ആൻഡ് ദ ഡിസൈപ്പിൾ വാസ് ഓപ്പൺലി എക്സ്ചേഞ്ച്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദ ആർമീസ്, സോ ദാറ്റ് ഓൾ വെർ ബെനിഫിറ്റഡ്. അപ്പോൾ ഇത് എല്ലാവരും കേൾക്കുന്ന തരത്തിലായിരുന്നു ഈ സംവാദം നടന്നത്. എല്ലാവർക്കും അതിന് ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കോ ഒരു പെർട്ടിക്കുലർ സെക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമല്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഇസ് മെന്റ് ഫോർ ഓൾ, നോട്ട് ലിമിറ്റഡ് ടു എനി പെർട്ടിക്കുലർ സെക്ട്. ഓക്കെ, സോ നോട്ട് ഫോർ എനി പെർട്ടിക്കുലർ പേഴ്സൺ, സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി, ബട്ട് they are for all, and friends or enemies are equally entitled to hear them. അപ്പോൾ ഇന്നത്തെ സമയത്തും ഭഗവത്ഗീത നമ്മളുടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല. കാരണം വെച്ചാൽ അന്ന് ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഹിന്ദുക്കളോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോ വേറെ ഒരു മത വിഭാഗങ്ങൾ ആൾക്കാരുണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ റീസെൻ്റ്ലി വന്നതാണ്. ഇപ്പം ഹിന്ദു എന്ന പദം തന്നെ റീസെൻ്റ്ലി വന്നു ചേർന്ന ഒരു പദമാണ്. നമ്മളെല്ലാം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിക്കോ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പീപ്പിളിനോ അല്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മാനവരാശിക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള ഒരു മതമാണ്. അല്ലെങ്കിൽ സ്പിരിച്വൽ കോഡ്സ് ആണ്, മോറൽ കോഡ്സ് ആണ് നമുക്ക് ഭഗവത്ഗീതയിൽ കൂടിയും മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ കൂടിയും ഭഗവാൻ വ്യാസദേവൻ്റെ രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഒരു സെക്ടേറിയൻ റിലിജനായിട്ട് ആരും കാണാൻ പാടില്ല എന്നാണ് ഇവിടെ പ്രഭുപാദ ഈ പർപ്പോട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. മറ്റുള്ള മതങ്ങളൊക്കെ to elevate certain type of people, certain group of people at a particular time and circumstances. It's not Sanatana. Why? Because it may be relevant for a particular type of people or particular group of people for a particular time period, according to time, place and circumstances. അതാണ് പറയുന്നത്. പക്ഷേ ഇത് സനാതന ധർമ്മമാണ്. അതായത് മനുഷ്യരാശിക്ക് എല്ലാവർക്കും ഉതകുന്ന, നമ്മൾ മനുഷ്യരാണോ ഈ ഭഗവത്ഗീത സന്ദേശം എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് എന്നാണ് പ്രഭുപാദ പർപ്പോട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. എനി അതർ പോയിന്റ്സ്? പ്രഭുജി, എല്ലാരും ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഭഗവത്ഗീത കൃഷ്ണൻ അർജുനന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം മറ്റേ രണ്ട് ആർമീസും ഫ്രീസ് ആയെന്നും പിന്നെ ഈ യൂണിവേഴ്സ് ഫുള്ള് 45 മിനിറ്റ്സിന് അനങ്ങിയിട്ടില്ലെന്നൊക്കെയാണ്. അത് സത്യമാണോ? അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പർപ്പോട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രഭുപാദ ഇങ്ങനെയല്ലേ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? It appears that the talk between the master and the disciple was openly exchanged, okay, in the presence of both armies, so that all were benefited. അപ്പോൾ അങ്ങനെ എഴുതിയ സ്ഥിതിക്ക് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാവർക്കും ഗുണപ്രദമാവുന്ന രീതിയിലാണ് ഈ സംവാദം നടന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കേട്ടു എന്നല്ലേ? അപ്പൊ അങ്ങനെ പല വേർഷൻസ് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രഭുപാദ പർപ്പോട്ടിൽ എഴുതിയത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഹീസ് എൻ ആചാര്യ അല്ലേ? അപ്പോൾ അങ്ങനെ പല വേർഷൻസും ഹിയർസേ ഉണ്ട്. പക്ഷെ ലെറ്റ് us take this, like let us accept this. എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം?
ഹരേ കൃഷ്ണ. ഓതന്റിക് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രഭുപാദ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലേ? Yes, Prabhuji. യെസ്. ഹരേ കൃഷ്ണ. വേറെ വല്ല പോയിന്റ്സ് ഉണ്ടോ? Any other points? Good point, Ammu. എല്ലാരും ഉറങ്ങിയോ? ഇല്ല പ്രഭുജി. ഇല്ല Prabhuji. Hare Krishna. കാണുന്നില്ല എല്ലാവരും? ഒരു ബ്ലാക്ക് സ്ക്രീൻ എനിക്ക് കാണുന്നില്ല ഇവിടെ. Okay. So next we'll go to the next shloka. Shri Bhagavan uvacha asocyan anvasosastvam pratyavadam cha bhashase gadasun agadasumsha nanusochanti panditaha. Kannan വായിക്കൂ. Shri Bhagavan uvacha ashosyananvashocaswam prajnavadamscha bhashase gadasun agadasuncha nanuchochanti panditaha. Ammu translation. The Supreme Personality of Godhead said, while speaking learned words, you are mourning for what is not worthy of grief. Those who are wise lament neither for the living nor for the dead. Very good. So the Supreme Personality of Godhead said, while speaking learned words, you are mourning for what is not worthy of grief. Those who are wise lament neither for the living nor for the dead. Okay. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ഫസ്റ്റ് സംസാരിക്കുന്ന ഡയറക്റ്റ്ലി ഭഗവാൻ സംസാരിക്കുന്ന 2.11 അല്ലേ? ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ? ഇതല്ലേ ഫസ്റ്റ് ശ്ലോക? അതെ പ്രഭുജി. ഭഗവാൻ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. ഇതേവരെ അർജുനന്റെ ഊഴമായിരുന്നു. അർജുനൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അവസാനം ഇപ്പൊ പറയുന്നു, while speaking learned words you are mourning for what is not worthy of grief. Those who are wise lament neither for the living nor for the dead. Okay, വളരെ വിദ്വാനായിട്ട് നീ സംസാരിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഓക്കെ, എന്തിനാണ് എന്താ പറയുക വിഷാദം ചെയ്യാൻ പാടില്ലാത്ത അതിനുവേണ്ടി നീ വിഷമിക്കുന്നു, വിഷാദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. ഓക്കെ, പർപ്പോട്ടിൽ എന്താണ് പ്രഭുപാദ പറയുന്നത് നോക്കാം. The Lord at once took the position of the teacher and chastised the student, calling him indirectly a fool. പ്രഭുപാദ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഉടനെ തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനം അവിടെ ഏറ്റെടുത്ത് അർജുനൻ എന്താ ഫൂൾ എന്നുള്ള ആ പദം കൊണ്ടാണ്. എന്താണ് ഇത്രയെല്ലാം വലിയ പണ്ഡിതനായിട്ട് നീ പറഞ്ഞാലും സംസാരിച്ചാലും പക്ഷെ പ്രവൃത്തിയിൽ തൻ്റെ മനസ്സും തൻ്റെ പ്രവൃത്തിയും അതിന് ഉതകുന്നതല്ല. ഓക്കെ, ഒരു വിഡ്ഢിയെ പോലെയാണ് നീ സംസാരിക്കുന്നതാണ് പറയുന്നത്. The Lord said, you are talking like a learned man, but you do not know that one who is learned, one who knows what is body and what is soul, does not lament for any stage of the body, neither in the living nor in the dead condition. നമുക്കെല്ലാം അറിയാം, നമ്മളുടെ ശരീരം ഒരു 6 ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഷഡ് പരിണാമം നടക്കുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ സങ്കടപ്പെടുന്നില്ല. നമ്മൾ കുട്ടിക്കാലത്തെ ഒരു ഇൻഫൻ്റായിട്ട് ജനിക്കുന്നു, ബോയ്ഹുഡ് അല്ലേ, അങ്ങനെ വീണ്ടും യുവാവസ്ഥയിലേക്ക് വരുന്നു, വൃദ്ധാവസ്ഥയിലേക്ക് വരുന്നു, അങ്ങനെ പല പരിണാമങ്ങളും ഒരേ സമയത്ത് നമ്മൾ ഒരേ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ സെക്കൻഡ് ചാപ്റ്ററിൽ ദേഹിനോസ്മി യഥാദേഹേ കൗമാരം യൗവനം ചര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ് തത്ര ന മുഹ്യതി. ഭഗവാൻ പറയുന്നു, അതേപോലെ മരണാനന്തരം നമ്മൾ വേറെ ശരീരത്തിലേക്ക് പോകുന്നു, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നീ വിഷമിക്കുന്നത്? ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഇസ് ടേക്കിംഗ് ഇൻ സെയിം ബോഡി ആൻഡ് ആഫ്റ്റർ ദിസ് ബോഡി ഇറ്റ് ഈസ് ഗോയിങ് ടു സം അതർ ബോഡി. സോ വൈ യു ഹാവ് ടു ലാമെന്റ് ഫോർ ദാറ്റ് ചേഞ്ച് ഓഫ് ബോഡി എന്നാണ്. അപ്പോൾ ഷഡ് പരിണാമങ്ങൾ, 6 തരത്തിലുള്ള പരിണാമങ്ങൾ വിത്തിൻ വൺസ് ലൈഫ് ടൈം, ഫുൾ ലൈഫ് ടൈം ഇസ് ഹാപ്പനിങ്. എന്തൊക്കെയാണത്?
ജനനം ഹരേകൃഷ്ണ പ്രഭുജി, പറയൂ മാതാജി. ജനനം, വളർച്ച, മെയിൻ്റനൻസ്, റീപ്രൊഡക്ഷൻ, എന്താ പ്രഭുജി, ക്ഷയിക്കുക ആൻഡ് മരണം. യെസ്, 6 അല്ലേ? അപ്പോൾ ഇതാണ്, അതെ പ്രഭു. ഇത് 6 ട്രാൻസ്ഫോർമേഷൻ വിത്തിൻ ദ സെയിം ലൈഫ് വി ആർ അണ്ടർഗോയിങ്. അപ്പോൾ മരണം കഴിഞ്ഞാൽ, സോ വേർ ദ സോൾ ഗോസ്, ഇറ്റ് ഹാസ് ടു ഗോ സംവെയർ. ഈതർ ഇറ്റ് ഹാസ് ടു ഗെറ്റ്, ദ സോൾ ഹാസ് ടു ഗെറ്റ് എ സ്പിരിച്വൽ ബോഡി ഓർ എ മെറ്റീരിയൽ ബോഡി. അപ്പോൾ നമ്മളുടെ കർമ്മഫലം അനുസരിച്ച്, നമ്മുടെ വാസനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേറൊരു ശരീരം കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആത്മസമർപ്പണം ചെയ്ത് മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരു ആത്മീയ ശരീരം കിട്ടുന്നു. നമ്മൾ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലോ പോകാനുള്ള യോഗ്യത നേടുന്നു. പക്ഷേ നമ്മുടെ കർമ്മഫലം ബാക്കിയുണ്ട്, വാസനകൾ ബാക്കിയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വേറൊരു ഗ്രോസ് ശരീരം, അത് സ്ഥൂല ശരീരത്തിലേക്ക് മാറുന്നു ഈ ആത്മാവ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒരു പണ്ഡിതന് ചേർന്നതാണോ? ഓക്കെ, നീ വൈൽ സ്പീക്കിംഗ് ലേണഡ് വേർഡ്സ് യു ആർ സ്പീക്കിംഗ് വിച്ച് ഈസ് നോട്ട് വർത്തി ഓഫ് ഗ്രീഫ് എന്നാണ് അർജുനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ഓക്കെ, സോ ആസ് എക്സ്പ്ലെയിൻഡ് in later chapters, it will be clear that knowledge means to know matter and spirit and the controller of both. അപ്പോൾ എന്താണ് ജ്ഞാനം? അത് ഭൗതിക വസ്തുക്കളെ അറിയുക, പിന്നെ ആത്മീയ വസ്തുക്കളെ അറിയുക. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദ കൺട്രോളർ ഓഫ് ബോത്ത്. ഇത് രണ്ടിനെയും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹൂ ഈസ് കൺട്രോളിങ് ദാറ്റ്? ആരാണ് മാറ്റർ ആൻഡ് സ്പിരിറ്റ് ഇത് രണ്ടിനും കൺട്രോൾ? ഭഗവാൻ. യെസ്, ഭഗവാൻ ഡയറക്ട്ലി ആണോ? ഭഗവാന്റെ ശക്തി, ഓക്കെ, ഭഗവാന്റെ എനർജിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അർജുന ആർഗ്യൂഡ് ദാറ്റ് റിലീജിയസ് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ദാൻ പൊളിറ്റിക്സ് ഓർ സോഷ്യോളജി, ബട്ട് ഹി ഡിഡ് നോട്ട് നോ ദാറ്റ് knowledge of matter, soul and the supreme is even more important than religious formularies. അപ്പോൾ അർജുനന്റെ വാദം എന്തായിരുന്നു? ധർമ്മം, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അല്ലേ? പക്ഷെ അതിലും ഉപരിയായിട്ട് ആത്മാവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ധർമ്മം അത് എന്തിനാണ്? നമ്മളുടെ ഈ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, ഏത് തരത്തിൽ, ഏത് പ്രകാരം നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കാനാണ്. ധർമ്മം നമ്മൾ വെടിയാൻ പാടില്ല, പക്ഷെ അതിലും ഉപരിയായിട്ട് വേറൊന്നും. ഇപ്പം നമ്മളുടെ ആത്മാവിനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതാണോ ഇമ്പോർട്ടൻ്റ്, അതോ ധർമ്മത്തിനാണോ? അപ്പോൾ അവിടെ ആത്മാവിനെ വില കൽപ്പിക്കണം. എല്ലാറ്റിനെയും ഉപരിയായിട്ട് നമ്മൾ ആത്മാവിന് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ സുപ്രീം ഈസ് knowledge of matter, soul and the supreme is even more important than religious formularies. And because he was lacking in that knowledge, he should not have posed himself as a very learned man. Prabhupada, അമേരിക്കയിലെ ഒരുപാട് കോളേജസും യൂണിവേഴ്സിറ്റിയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഐ തിങ്ക് ഇറ്റ് ഈസ് MIT, ആ MIT പോയപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണിച്ചു കൊടുത്തു, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ അതെല്ലാം കണ്ട ശേഷം പ്രഭു ചോദിച്ചു, സോ വെർ ഈസ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് which is talking about the real self, the soul, the atma. Okay, you have all department that deals with the body and different parts of the body, but where is that department which deals with the real self, that is the soul? That is lacking. അതാണ് ആക്ച്വലി വേണ്ടത്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ആദ്യം വേണ്ടത്. മറ്റേ ബോഡി കംസ് ആൻഡ് ഗോസ്, ഇറ്റ് ഈസ് ഗ്രോസ് അല്ലേ? സോൾ ഈസ് ദ റിയൽ പേഴ്സൺ. ഇറ്റ് ടേക്സ് ഡിഫറെൻറ്റ് ബോഡീസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് കർമ്മ. സോ അതിനെപ്പറ്റി ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു കോളേജിലും ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നില്ല. സോ അതാണ് പ്രാധാന്യപ്പെട്ടത്. അതേപോലെ ഇവിടെ അർജുനും ബോഡ്ലി ലെവൽ, ഓക്കെ, തൻ്റെ ആ ശരീരാവസ്ഥയിൽ നിന്നിട്ടുള്ള ഒരു ഡയലോഗാണ് എല്ലാം പറയുന്നത്, സംസാരമാണ്. പക്ഷേ ആത്മാവിൻ്റെ തലത്തിൽ നിന്നിട്ട് ഇത്ര വിജ്ഞാനമുള്ള അർജുനും കൂടി പറയുന്നില്ല എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ as he did not happen to be a very learned man, he was constantly lamenting for something which was unworthy of lamentation. Body is born and is destined to be vanquished today or tomorrow. Therefore, the body is not as important as the soul. One who knows this is actually learned, and for him there is no cause for lamentation.
regardless of the condition of the material body. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ശരീരത്തിന് നമ്മൾ വില കൽപ്പിക്കരുത്, ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കരുത് എന്നല്ല. ശരീരം നമുക്ക് വേണം, ശരീരമില്ലാണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഈ ബോഡിക്ക് മാത്രം നമ്മളെ പരിപോഷിപ്പിച്ചിട്ട് കാര്യമില്ല അല്ലേ. അതിനുള്ളിലുള്ള ആത്മാവിനെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ ആത്മാവാണ് ശരിക്കുള്ള പേഴ്സൺ. മറ്റേത് ശരീരം വന്നും പോയി കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് മനുഷ്യ ശരീരമാണ്, നാളെ അടുത്ത ജന്മത്തിൽ എന്താണ് ശരീരം കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആത്മാവിനെയാണ്. കാരണം വെച്ചാൽ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയ ശരീരം കിട്ടും. പിന്നെ ഓക്കെ, അപ്പോൾ ഈ ശരീരം നമ്മൾ നന്നായിട്ട് പരിപാലിച്ച് എന്തിനുപയോഗിക്കണം? ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അപ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് ഈ ശരീരത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ആത്മീയ ശരീരം നമുക്ക് പിന്നീട് കിട്ടും. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഒരു ഭൗതിക ശരീരം കിട്ടും. അപ്പോൾ ആ ഭൗതിക ശരീരം വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും. അതായത് ഇന്ന് എനിക്ക് കിട്ടുന്ന ശരീരം നശിച്ചു പോയാൽ വേറൊരു ഭൗതിക ശരീരം കിട്ടും. അപ്പോൾ ആ അറിവാണ് ഇവിടെ, ആ ഹയർ നോളജാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്നല്ല, ഈ ശരീരം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് സ്ഥൂല ശരീരത്തിൽ നിന്ന് നമുക്ക്, അതായത് ഈ ഗ്രോസ് ബോഡിയിൽ നിന്ന് നമുക്കൊരു ആത്മീയ ശരീരം, ഒരു സ്പിരിച്വൽ ബോഡി കിട്ടാനുള്ള ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. അല്ലാതെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. ഇന്ദ്രിയ തൃപ്തി എന്ന് പറഞ്ഞാൽ അതൊരു ബൈ പ്രോഡക്റ്റാണ്. അത് നമ്മൾ ഏതൊരു ആത്മീയ പ്രവൃത്തി ചെയ്യുമ്പോഴും തന്നെ നമുക്ക് ഇന്ദ്രിയ തൃപ്തി കിട്ടും. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണ് കൂടെ? നമ്മളുടെ ഈ ശരീരം, സ്ഥൂല ശരീരം. എന്നിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആത്മീയ ശരീരം, ആ സ്വരൂപത്തിൽ നമുക്ക് ഭഗവാനുമായിട്ട് ആങ്സൈറ്റി ഫ്രീ ലൈഫ് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനാണ് ഇവിടെ പ്രഭുപാദ വളരെ ക്ലിയറായിട്ട് ഈ പർപ്പോട്ടിലും പറഞ്ഞു തരുന്നത്. So any other points? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ രണ്ടാമത്തെ ശ്ലോകവും മൂന്നാമത്തെ ശ്ലോകവും ഭഗവാൻ അല്ലേ പറയുന്നത് പ്രഭുജി? ഇത് ഫസ്റ്റ് ശ്ലോകമാണോ? രണ്ടാമത്തെ ഈ ചാപ്റ്ററിലോ? 2.2 2.3. 2.2 എന്താണെന്ന് പറയൂ, വായിക്കൂ. കുതസ്ത്വാ കശ്മലിതം വിഷമേ. ഓക്കെ യെസ്, ശരിയാണ്. അതുകൊണ്ട് റൈറ്റ്. ഇവിടെ 11ാമത്തേല് ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഓക്കെ, റൈറ്റ് പ്രഭുജി. 2.2 എവിടുന്നാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ? റൈറ്റ്. പിന്നെ മൂന്നാമത്തെ എന്താണ് പ്രഭുജി? മൂന്നാമത്തെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ശരിയാ, റൈറ്റ്. 2.7ലാണ് കാർപ്പണ്യ ദോഷം അല്ലേ? 2.7 അല്ലേ? അത് 2.7. ഓക്കെ, അപ്പൊ അവിടെ അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഓക്കെ, any other points? ഹരിബോൾ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ശ്ലോകത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇത് 12 വളരെ നല്ല ശ്ലോകമാണ്. നത്വേ വാഹം ചാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയം അധ പരം. ഓക്കെ, സരിത മാതാജി പ്ലീസ്. കൃഷ്ണ പ്രഭുജി. न तेवाहं जादुनासं न त्वं नेमे जनाधिपा न चैव न भविष्यामः सर्वे वयमदपरम्. ട്രാൻസ്ലേഷൻ കൂടി വായിക്കുമോ മാതാജി?
Nor was there a time when I did not exist, nor you, nor all these kings, nor in the future shall any of cease to be. വെരി ഗുഡ്. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എറ്റേണൽ എൻറ്റിറ്റീസ് ആണ്, എറ്റേണൽ ലിവിങ് എൻറ്റിറ്റീസ് ആണെന്ന് അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. നെവർ വാസ് ദർ എ ടൈം വെൻ ഐ ഡിഡ് നോട്ട് എക്സിസ്റ്റ്, nor you, nor all these kings, nor in the future shall any of us cease to be. Okay. അപ്പോൾ നമ്മൾ ഓൾവേസ് എക്സിസ്റ്റിംഗ് എന്നുള്ള ഒരു പ്രൂഫാണത്. അതായത് ലിവിങ് എൻറ്റിറ്റീസ് ആസ് സോൾ, ആസ് ആത്മ, ഓൾവേസ് നെവർ വാസ് ദർ എ ടൈം ദാറ്റ് ഐ ഡിഡ് നോട്ട് എക്സിസ്റ്റ്. ആരാണ് പറയുന്നത്? ഭഗവാൻ. നോർ യു അർജുന, നോർ ഓൾ ദീസ് കിങ്സ് പ്രസന്റ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്, നോർ ഇൻ ഫ്യൂച്ചർ ഷാൽ എനി ഓഫ് us cease to be. ന ചൈവ ന ഭവിഷ്യാമ. ഓക്കെ, അതായത് ഭാവി കാലത്തും നിങ്ങളുണ്ടായിരിക്കും, ഭൂതകാലത്തുമുണ്ട്, വർത്തമാനകാലത്തിലുണ്ട്, ഭാവിയിലും നമ്മളെല്ലാവരും അതേപോലെ തന്നെ എറ്റേണലായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയാണ് നമ്മൾ ഭഗവാനായിട്ട് മെർജ് ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു സിദ്ധാന്തം തെറ്റല്ലേ? അല്ലേ? അതായത് മായാവാദ ഫിലോസഫിൻ്റെ കാര്യം പറയുന്നത്, അവർ പറയുന്നു ഇത് നമ്മുടെ, അതായത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ ഭഗവാനായിട്ട് സായുജ്യമുക്തി അണയുന്നു. അപ്പം അത് ഇവിടെ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു ശ്ലോകമാണത്. നെവർ വാസ് ദർ എ ടൈം വെൻ ഐ ഡിഡ് നോട്ട് എക്സിസ്റ്റ്, nor you, nor all these kings, nor in the future shall any of us cease to be. So always, eternally, we are soul, we are Atma, okay? We are living entities. Okay? ഒരിക്കലും നമ്മൾ ഭഗവാനായിട്ട് അലിഞ്ഞു ചേരുന്നില്ല, ഭഗവാനായിട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് അലിഞ്ഞു ചേരുന്നില്ല, അതായത് സായുജ്യമുക്തി അണയുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. So in the Vedas, in the Kathopanishad as well as in the Svetasvatara Upanishad, it is said that the Supreme Personality of Godhead is the maintainer of innumerable living entities in terms of their different situations according to individual work and reaction of work. Supreme Personality of Godhead is also by its plenary portions alive in the heart of every living entity. Only saintly persons who can see within and without the same Supreme Lord can actually attain the perfect and eternal peace. Okay. അപ്പോൾ എന്താണ് കഠോപനിഷത്തിലും ശ്വേതാസുരപനിഷത്തിലും പറയുന്നത്? ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും മെയിൻറ്റൈനർ. ഓക്കെ, അവരുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷനും ഡിഫറെൻറ്റ് കർമ്മവും അനുസരിച്ചിട്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ബിക്കോസ് he is pervading throughout this entire universe, entire creation in the form of Paramatma. അല്ലേ? അപ്പോൾ ഇത് എല്ലാവർക്കും, അപ്പോൾ ചില ഫോർ എക്സാമ്പിൾ മായാവാദ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് ആ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള പരമാത്മാവാണ്. പക്ഷേ ഭഗവാന്റെ കൂടെയുള്ള ജീവാത്മാവിൻ്റെ കാര്യം അവരത്ര ഉറച്ചു പറയുന്നില്ല. അപ്പം നമ്മളുടെ വൈഷ്ണവ ഫിലോസഫി അനുസരിച്ചിട്ട് ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. സോ ജീവാത്മാ ഈസ് ദ പേഴ്സൺ, പരമാത്മാ നമ്മുടെ ഭഗവത്ഗീതയിൽ നിന്ന് പറഞ്ഞ പോലെ ഉപദൃഷ്ട അനുമന്ത, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് വിറ്റ്നസിങ്ങും ആൻഡ് സാങ്ഷനിങ് ചെയ്യുന്ന, കോ എക്സിസ്റ്റിംഗ് എന്ന ഭഗവാന്റെ തന്നെ അംശമാണ്. പക്ഷെ അവരുടെ സംബന്ധിച്ചോളം ഭഗവാന്റെ തന്നെ അംശമാണ് നമ്മൾ. അപ്പോൾ അവിടെ ജീവാത്മാ സെപ്പറേറ്റ് അവർ പറയുന്നില്ല. ആ ഒരു വ്യത്യാസമാണ് മെയിനായിട്ട് ഇവിടെ ഇംപേഴ്സണൽ ഫിലോസഫിയും പേഴ്സണൽ ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്കറിയാം നമ്മൾ എറ്റേണലി, അപ്പം നമുക്കൊരു തുടക്കമില്ല, നമുക്കൊരു അന്ത്യമില്ല. അതായത് ലിവിങ് എൻറ്റിറ്റീസിന് ജീവാത്മ എപ്പോഴും ആൾവേസ് കോ എക്സിസ്റ്റിംഗ് ആണ്. നമുക്ക് തുടക്കമില്ല, അന്ത്യമില്ല. ഓക്കെ, ആൻഡ് ഭഗവാൻ എപ്പോഴും എല്ലാ കണങ്ങളിലും പരമാത്മായിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെങ്കിൽ വി ആർ വെരി വെരി മൈന്യൂട്ട്. ഓക്കെ, വി ആർ അനു ആൻഡ് ഹീ ഈസ് വിഭു. വി ആർ വെരി വെരി സ്മോൾ, ഇൻഫിനിറ്റിസിമൽ, ആൻഡ് ഹീ ഈസ് ഗ്രേറ്റ്, ഇൻഫൈനൈറ്റ്. ഇതാണ് പറയുന്നത്. സോ നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീരസ് തേഷാം ശാന്തി ശാശ്വതി നേതരേഷാം. കഠോപനിഷത്ത് നിന്നാണത്. സെയിം വേദിക് ട്രൂത്ത്
given to Arjuna is given to all persons in the world who pose themselves as very learned but factually have but a poor fund of knowledge. Lord says clearly that he himself, Arjuna, and all the kings who are assembled on the battlefield are eternally individual beings, and that the Lord is eternally the maintainer of the living entities, both in their condition and in their liberatory spirit. അപ്പോൾ കഠോപനിഷത്തിലും എന്താണ് പറയുന്നത്? എല്ലാവരും ഓക്കെ എന്താണ്? എക്സിസ്റ്റിംഗ് ആണ്. നമ്മളെല്ലാം നമ്മൾ ജീവാത്മാവിനെ പോലെയും ഭഗവാൻ പരമാത്മാവും അതേപോലെ മെയിൻറ്റെയിനറുമാണ്. ഈസ് നോട്ട് ഓൺലി ദ പരമാത്മ ബട്ട് ഈസ് ആൾസോ മെയിൻറ്റെയിനർ ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ് ബോത്ത് ഇൻ മെറ്റീരിയൽ കണ്ടീഷൻ ആൻഡ് സ്പിരിച്വൽ കണ്ടീഷൻ, ലിബറേറ്റഡ് കണ്ടീഷൻ. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് എ സുപ്രീം ഇൻഡിവിജ്വൽ പേഴ്സൺ. എന്താണ് വ്യത്യാസം? വി ആർ പേഴ്സൺ, ഈസ് എ സുപ്രീം പേഴ്സൺ. അദ്ദേഹം വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹം വ്യക്തി ആവുകൊണ്ടാണല്ലോ നമ്മളും വ്യക്തികളാന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇല്ലാതെ നമുക്ക് കിട്ടുമോ? അപ്പോൾ ഈസ് എ പേഴ്സൺ, ദാറ്റ്സ് വൈ വി ആർ ഓൾസോ എ പേഴ്സൺ. ഓക്കെ, വ്യക്ത അതെന്നാണ് വ്യക്തി എന്ന് വരുന്നത്. ഓക്കെ, നമ്മൾ അതായത് നമ്മളെ കാണാൻ പറ്റും. ഓക്കെ, വി ഹാവ് എ ഫോം. വൈ വി ഹാവ് എ ഫോം? ബിക്കോസ് ദ സുപ്രീം പേഴ്സൺ ഹാസ് എ ഫോം. സുപ്രീം പേഴ്സൺ ഇല്ലാത്തതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഫോം ഉണ്ട്, ഭഗവാന് ഫോം ഇല്ല എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തരമല്ലേ? അതായത് എനിക്കുണ്ട് പക്ഷെ ഭഗവാനില്ല. അതെങ്ങനെ? അപ്പോൾ ഭഗവാൻ അപ്പോൾ അധുര മീൻസ് ഇൻ അതർ വേർഡ്സ് ഈസ് ഇൻകംപ്ലീറ്റ്. ഓക്കെ, ഭഗവാൻ കനോട്ട് ഹാവ് എ ഫോം that means he is not complete. എനിക്കുണ്ട് ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആവില്ല, കാരണം ഭഗവാൻ അവിടെ ഇൻകംപ്ലീറ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് they did not exist as individual in the past, and it is not that they will not remain eternal person. അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. പാസ്റ്റിലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിരുന്നു, അതായത് ഭൂതകാലത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിരുന്നു, ഇപ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, ഇനി ഭാവിയിലും നമ്മൾ ഇൻഡിവിജ്വൽ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഒരിക്കലും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ നഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു ജസ്റ്റ് ഒരു മിസ്കൺസെപ്ഷൻ മാത്രം. So their individuality existed in the past and their individuality will continue in the future without interruption. Therefore, there is no cause for lamentation for anyone. അപ്പോൾ ഭഗവാൻ പറഞ്ഞു വരുന്നത് അർജുനോട്, നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ബീയിങ് ആണ്, ഇത് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഈ ശരീരം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവര് നശിക്കുന്നില്ല. അവർ എന്നെന്നും അത് തന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഡിഫറെൻറ്റ് ബോഡിയിലായിരിക്കാം. ചിലപ്പോൾ അവർ ഭൗതികമായിട്ടുള്ള ശരീരം എടുക്കാതിരിക്കാം, ചില സമയത്ത് അവർ ആത്മീയമായിട്ടുള്ള ശരീരം എടുക്കും. പക്ഷേ ശരീരം എപ്പോഴും ഉണ്ട്, ആ ആത്മാവ് എപ്പോഴും ഉണ്ട്, ശരീരം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ദ മായാവാദി തിയറി that after liberation the individual soul separated by the covering of Maya or illusion will merge into the impersonal Brahman and lose its individual existence is not supported herein by Lord Krishna, the supreme authority. അപ്പോൾ മായാവാദ ഫിലോസഫി ആ തിയറി ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാണിച്ചാൽ എല്ലാവരും we continue to remain individual whether we are in the material world or we are in the spiritual world. ഭഗവാനെ തന്നെ പോലെ നമുക്കും വ്യക്തിത്വമുണ്ട്, പക്ഷേ ഭഗവാൻ സുപ്രീം പേഴ്സൺ ആണ്. വി ആർ ജസ്റ്റ് ഹിസ് അംശ, വി ആർ ജസ്റ്റ് പേഴ്സൺ, പാർട്ട് ആൻഡ് പാർസൽ. ഈ ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. നോർ ഈസ് ദ തിയറി ദാറ്റ് വി ഓൺലി തിങ്ക് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഇൻ ദ കണ്ടീഷൻ സ്റ്റേറ്റ് സപ്പോർട്ടഡ് ഹിയറിൻ. കൃഷ്ണ ക്ലിയർലി സേസ് ഹിയറിൻ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ആൾസോ ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ ലോർഡ് ആൻഡ് അതേഴ്സ് ആസ് ഇറ്റ് ഈസ് കൺഫേംഡ് ഇൻ ദ ഉപനിഷദ്സ് will continue eternally. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നമുക്ക് ഗ്രോസ് മെറ്റീരിയൽ ബോഡി കിട്ടാം, ചിലപ്പോൾ അതിന്ന് നമുക്ക് ലിബറേഷൻ കിട്ടിയിട്ട് നമുക്ക് മുക്തി കിട്ടിയിട്ട് നമുക്ക് സ്പിരിച്വൽ ബോഡി കിട്ടാം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആത്മീയ ശരീരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടും എന്ന് പറയുന്നില്ല. സോ വെദർ യു റിമൈൻ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ഓർ യു അറ്റൈൻ ദ സ്പിരിച്വൽ വേൾഡ്, സ്റ്റിൽ യു വിൽ മെയിൻറ്റെയിൻ ദ ഇൻഡിവിജ്വാലിറ്റി. അതുകൊണ്ടാണ് ഭവിഷ്യം കൂടിയും പറഞ്ഞിരിക്കുന്നത്. This statement of Krishna's is authoritative because Krishna cannot be subject to illusion. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ കൃഷ്ണനാണ് പറയുന്നത്. ഓക്കെ, വേറെ ഒരാൾ, ഒരു മനുഷ്യനല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അപൗരുഷേയ എന്നുള്ള സ്ഥലത്തിൽ നമ്മൾ എടുക്കണം. കാരണം വെച്ചാൽ ഒരു മനുഷ്യനാൽ ഉണ്ടാക്കിയ ഒരു നിയമങ്ങളല്ല, അങ്ങനത്തെ കാര്യങ്ങളല്ല അവിടെ സംസാരിക്കുന്നത്.
ഭഗവാൻ കൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും കൂടിയിട്ട് ഈ 3 ഗുണങ്ങളിലും അതീതമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഒന്നും ഈ 3 ഗുണങ്ങൾ പ്രതിഫലിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അതിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റായിട്ട് നമുക്ക് സ്വീകരിക്കാം. അത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് മാത്രമല്ല, മറ്റുള്ള ആചാര്യന്മാർ പറയുന്നതും എടുക്കാം ഇതേപോലെ. കാരണം വെച്ചാൽ ശരിക്കുള്ള ആചാര്യന്മാരും ഈ 3 ഗുണങ്ങൾക്കും അതീതമായിട്ടാണ്. അവരും ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും കൂടിയിട്ട് നമ്മളെപ്പോലെ അവർ ജീവിക്കുന്നു എങ്കിലും കൂടിയിട്ട് അവർ ഈ 3 ഗുണങ്ങളിലും അതീതമായിട്ടുള്ള ഒരു തലത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതും ഭഗവാൻ കൃഷ്ണൻ പറയുന്നതും യാതൊരു അന്തരവുമില്ല. ഓക്കെ. അപ്പോൾ ഈ 3 ഗുണങ്ങളിൽ ആരെല്ലാം വർദ്ധിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഫ്ലോസ്, അവർക്കെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കാം. 4 ഡിഫക്ട്സ്. ഓക്കെ. ഇംപെർഫെക്റ്റ് സെൻസസ്, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ആൻഡ് സബ്ജക്ട് ടു ബി ഇല്യൂഷൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും ആയിട്ടുള്ള ആചാര്യന്മാരെല്ലാം ഈ 4 ഡിഫക്ട്സിനും അതീതമായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ ഈ 3 ഗുണങ്ങളിൽ അകപ്പെട്ട ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ അവർ തരുന്ന ഈ ജ്ഞാനമെല്ലാം അപൗരുഷയ എന്നുള്ള കാറ്റഗറിയിൽ. കാരണം ആചാര്യന്മാരെ ഭഗവാൻ കൃഷ്ണൻ എന്താണ് പറയുന്നത് അത് അതേപടി നമുക്ക് തരുന്ന ആൾക്കാരാണ്. നമ്മളിൽ ഒരാളായിട്ട് അവരെ കാണാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും നമ്മൾ നിലനിർത്തുന്നതാണ് ഇവിടെ ചുരുക്കത്തിൽ ഭഗവാൻ കൃഷ്ണൻ വളരെ വളരെ കാറ്റഗറിക്കലി അർജുനോട് പറയുന്നത്. So Mayavadi may argue that the individuality spoken of by Krishna is not spiritual but material. Even accepting the argument that the individuality is material, then how can one distinguish Krishna's individuality? അപ്പോൾ പ്രഭുപാദ കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്യാണ്. അപ്പോൾ ഇൻഡിവിജ്വാലിറ്റി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അത് ഭൗതിക തലത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കും എന്നാണ് പ്രഭുപാദ ചോദിക്കുന്നത്. കൃഷ്ണ affirms his individuality in the past and confirms his individuality in the future also. അപ്പോൾ അർജുനന്റെ മാത്രമല്ല കൃഷ്ണന്റെയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാ രാജാക്കന്മാരുടെയും ഇൻഡിവിജ്വാലിറ്റി പറ്റി ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത് അല്ലേ. So he has confirmed his individuality in many ways and impersonal Brahman has been declared to be subordinate to him. Krishna has maintained spiritual individuality all along. അപ്പോൾ ഭഗവത്ഗീതയിൽ ഉടനീളം മറ്റ് നമ്മുടെ ഗ്രന്ഥങ്ങളിലും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ആ സ്പിരിച്വൽ ദിവ്യമായിട്ടുള്ള ആ സ്വരൂപത്തെ പറ്റിയിട്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. He is accepted as an ordinary conditioned soul in the individual consciousness. Then his Bhagavad Gita has no value as authoritative scripture. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയാണെന്ന് ഇരിക്കുക, അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ he also will be subjected to the 4 defects. നമ്മളെ പോലെ അദ്ദേഹത്തിനും ഇംപെർഫെക്ഷൻസ് ഉണ്ട് അല്ലെ, ഇംപെർഫെക്റ്റ് സെൻസസ് ഉണ്ട്, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ആൻഡ് സബ്ജക്ട് ടു ബി ഇല്യൂഷൻ. ഈ 4 ഡിഫക്ട്സും അദ്ദേഹത്തിനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവത്ഗീത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോ ഇല്ലാതെ ഒരു തെറ്റില്ലാത്ത ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പ്രഭുപാദോട് പറയുന്നത്. So a common man with all the 4 defects of human frailty is unable to teach that which is not that which is worth hearing. Okay. അപ്പോൾ സാധാരണ മനുഷ്യന് ഇങ്ങനത്തെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ഈ 3 ഗുണങ്ങളിലും അതീതമായിട്ട് ഏതൊരു വ്യക്തി നിൽക്കുന്നോ അവർക്ക് മാത്രമേ ഇങ്ങനെ ഉത്തമമായിട്ടുള്ള ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഗീത ഈസ് എബവ് സച്ച് ലിറ്ററേച്ചർ. ഇതൊരു ഇൻ്റലക്ച്വൽ ലെവലുള്ള ഒരു മെറ്റീരിയലി ഇൻ്റലക്ട് ലെവലുള്ള ഒരു ലിറ്ററേച്ചർ അല്ല. ഓക്കെ. ഒരുപാട് മെറ്റീരിയലി ഇൻ്റലക്ച്വൽ ബുദ്ധിജീവികൾ നമുക്ക് കാണാം, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ആ ഇൻ്റലക്ട് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഗിവിങ് സ്പിരിച്വൽ നോളേജ്. അവർക്കുണ്ട്, അവർ ഇൻ്റലക്റ്റാണ്, ബുദ്ധിജീവികളാണ്, പക്ഷേ ആത്മീയ തലത്തിലല്ല ഭൗതിക തലത്തിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർക്കും ഈ ഫ്ലോസ് ഉണ്ടായിരിക്കും, ഈ 4 ഡിഫക്ട്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ തരുന്ന ഏതൊരു ജ്ഞാനവും അത് 100% ഫ്ലോലെസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. നോ മണ്ടൈൻ ബുക്ക് കമ്പയർസ് വിത്ത് ദ ഭഗവത്ഗീത.
അപ്പോൾ അവർ ഏത് തലത്തിലാണ്, ഏത് ഗുണത്തിലാണ് നിൽക്കുന്നത്? ഓക്കെ, ഭൗതിക ലോകത്തിലുള്ള ബുദ്ധിജീവികൾ ഏത് കോൺഷ്യസ്നെസ് ലെവലിലാണ്? അത് സാത്വിക് ഗുണത്തിലാണോ, അതോ രജോ ഗുണത്തിലാണോ, തമോ ഗുണത്തിലാണോ ഓക്കെ നിൽക്കുന്ന? അതിനനുസരിച്ചിട്ടുള്ള ജ്ഞാനം അവർക്ക് തരാൻ പറ്റൂ. ആൻഡ് ഇറ്റ് ഹാസ് ദ 4 ഡിഫക്ട്സ്. അത് നമ്മൾ മനസ്സിലാക്കണം. Because the Gita is above such literature, no mundane book compares with the Bhagavad Gita. When one accepts Krishna as an ordinary man, the Gita loses all importance. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് നമ്മൾ കണക്കാക്കിയാൽ ഭഗവത്ഗീത അതിൻ്റെ ആ പ്രാധാന്യം നഷ്ടപ്പെടുന്നു. കാരണം അത് മറ്റുള്ള സാധാരണത്തെ ഒരു മണ്ടൈൻ ലിറ്ററേച്ചർ പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഭഗവാൻ കൃഷ്ണൻ ആ തലത്തിൽ നിൽക്കുന്നവരല്ല, ദിവ്യപുരുഷനാണ്. അർജുനൻ തന്നെ പറയുന്നുണ്ട്, ഓക്കെ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ, ഓക്കെ, പുരുഷം ശാശ്വതം ദിവ്യം. അദ്ദേഹം ദിവ്യനാണ്. നമ്മൾ ദിവ്യനല്ല, നമ്മളുടെ ശരീരം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഈ മെറ്റീരിയൽ ഭൗതിക ലോകത്തിലുള്ള ശരീരവും ബാക്കി നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അഹങ്കാരം എല്ലാം ഭൗതികമായിട്ടുള്ള ധാതുക്കളെ കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ദിവ്യമാണ്. നമ്മളുടെ അതേപോലെയല്ല. അപ്പോൾ നമുക്കും ആ ഒരു ശരീരം കിട്ടിയാൽ അതെല്ലാം ദിവ്യമായിട്ട് മാറുന്നു. ഭഗവാന്റെ തന്നെ അംശമാണ്. പിന്നെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക ധാതുക്കളെ കൊണ്ടുള്ള ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മളുടെ മനസ്സും എല്ലാം അതുകൊണ്ടായതുകൊണ്ട് നമ്മളുടെ ചിന്താഗതിയിലും അതേ രീതിയിലായിരിക്കും. പക്ഷേ ഭഗവാൻ അതിൽ നിന്ന് വിട്ടിട്ട് വിഭിന്നമായിട്ടുള്ള തലത്തിലാണ്. സോ വെൻ വൺ accepts Krishna as an ordinary man, the Gita loses all importance. The Mayavadi argues that the plurality mentioned in this verse is conventional and that it refers to the body. അപ്പോൾ പലതരത്തിൽ നിന്നും പ്രഭുപാദ അവരുടെ തലത്തിൽ നിന്ന് സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങളിനെ റെഫ്യൂട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവണം അത് ക്ലിയർ ആയിട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ മയാവാദ ഫിലോസഫി സ്റ്റാൻഡിൽ നിന്ന് പ്രഭുപാദ നിന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവരുടെ തന്നെ ഫിലോസഫിയെ റെഫ്യൂട്ട് ചെയ്യാണ്. So Mayavadi argues that the plurality mentioned in this verse is conventional and that it refers to the body. Okay. But previous to this verse, such a bodily conception is already condemned. പ്രഭാത പറയുന്നത് ഇതിനു മുമ്പത്തെ വേഴ്സിൽ അതായത് നമ്മളുടെ ശരീരമായിട്ടുള്ള ആ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് കണ്ടം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്ലൂറാലിറ്റി പറഞ്ഞാൽ ഇവിടെ പ്ലൂറാലിറ്റി ഉദ്ദേശിക്കുന്നത് അർജുനെയും ഭഗവാൻ കൃഷ്ണനെയും മറ്റുള്ള രാജകുമാരിയാണ്. ഒരാളെ മാത്രമല്ല, ഭഗവാന്റെ മാത്രം കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരീരം നമ്മൾ ശരീരമാണ് എന്നുള്ള ആ ഒരു ഭഗവാൻ അവിടെ ആൾറെഡി റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. സോ ആഫ്റ്റർ കണ്ടംനിങ് ദ ബോഡിലി കൺസെപ്ഷൻ ഓഫ് ദ ലിവിങ് എൻറ്റിറ്റീസ്, ഹൗ വാസ് ഇറ്റ് പോസിബിൾ ഫോർ കൃഷ്ണ ടു പ്ലേസ് എ കൺവെൻഷണൽ പ്രൊപ്പോസിഷൻ ഓൺ ദ ബോഡി അഗെയിൻ? അപ്പോൾ ഇവിടെ ശരീരത്തിനെ പറ്റിയല്ല പ്രതിപാദിക്കുന്നത്. ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണെന്ന് ആൾറെഡി ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും അതിനെ പറ്റിയിട്ട് ശരീരത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പ്രഭുപാദ റെഫ്യൂട്ട് ചെയ്യുന്നു. സോ ദെയർഫോർ ഇൻഡിവിജ്വാലിറ്റി ഈസ് മെയിൻറ്റെയിൻ ഓൺ സ്പിരിച്വൽ ഗ്രൗണ്ട്സ് ആൻഡ് ഇസ് ദസ് കൺഫേംഡ് ബൈ ഗ്രേറ്റ് ആചാര്യാസ് ലൈക്ക് ശ്രീ രാമാനുജ ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഇത് പിന്നീട് കൺഫേം ചെയ്തു നമ്മുടെ ആചാര്യന്മാർ, ശ്രീ രാമാനുജാചാര്യന്മാരെ പോലുള്ള ഗ്രേറ്റ് ആചാര്യന്മാർ ഇതിനെപ്പറ്റി ഈ കാര്യങ്ങൾ വീണ്ടും കൺഫേം ചെയ്യുകയും ചെയ്തു. ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഇൻ മെനി പ്ലേസസ് ഇൻ ദ ഗീത ദാറ്റ് സ്പിരിച്വൽ ഇൻഡിവിജ്വാലിറ്റി ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ഹു ആർ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ഈ ആത്മീയ സ്വരൂപം ഇത് നമ്മളുടെ ആചാര്യന്മാർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സത്യാവസ്ഥയാണ്. Those who are envious of Krishna as the Supreme Personality of Godhead have no bona fide access to great literature. Okay. അപ്പോൾ ഭഗവാനെ ആര് ഒരു ദിവ്യപുരുഷനായിട്ട് കാണുന്നില്ല, അവർക്ക് ഇതിൻ്റെ നിഗൂഢമായിട്ടുള്ള ഈ സത്തയിലേക്ക് അതിന് എൻട്രി ഇല്ല, പ്രവേശനമില്ല എന്ന് പ്രഭുപാദരോട് പറയുന്നു. The non-devotees' approach to the teachings of the Gita is something like that of a bee licking on a bottle of honey. സോ വളരെ നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുപ്പിയിൽ തേനുണ്ട്, അതിൻ്റെ പുറമെ നമ്മൾ ലിക്ക് ചെയ്താൽ നമുക്ക് തേന് കിട്ടുമില്ല. ഓക്കെ. അപ്പോൾ മായാവത ഫിലോസഫേഴ്സിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെയാണ്. സോ ദേ ആർ ജസ്റ്റ് ലിക്കിംഗ് ദ ഔട്ട്സൈഡ് ബോട്ടിൽ ഓഫ് ദ ഹണി, ഔട്ട്സൈഡ് ഓഫ് ദ ഹണി ബോട്ടിൽ എന്നാണ് പ്രഭുപാദർ പറയുന്നത്.
Okay, one cannot have a taste of honey unless one opens the bottle. Similarly, the mysticism of Bhagavad Gita can be understood only by devotees. അപ്പോൾ ഭഗവത്ഗീത അതിൻ്റെതായിട്ടുള്ള തലത്തിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ ഭക്തന്മാരുടെ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് പ്രഭുപാദരോട് പറയുന്നത്. And no one else can taste it as it is stated in the 4th chapter of the book. Nor can the Gita be touched by persons who envy the very existence of the Lord. അപ്പോൾ ഭഗവാന്റെ ആ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരാൾക്കും ഈ ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, ഒരു ബോഡിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവത്ഗീതയുടെ ഈ സന്ദേശം ഭഗവത്ഗീതയിൽ ഇരിക്കുന്ന അടങ്ങിയിട്ടുള്ള in-depth meaning മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Therefore, the Mayavadi explanation of Gita is a most misleading presentation of the whole truth. അപ്പോൾ ഇത്രയും പ്രഭുപാദ പർപ്പോട്ടിൽ ഡീറ്റെയിൽഡ് പറഞ്ഞത് we should not be misled. ഒരുപാട് ഭഗവത്ഗീത, ഈവൻ പ്രഭുപാദ ഭഗവത്ഗീത ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു 500-600 ഭഗവത്ഗീത ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പിന്നെ വേറൊരു തർജ്ജമയുടെ ആവശ്യം എന്ന് ഭഗവത്ഗീത കുറേ ആൾക്കാർ പ്രഭാതർ ചെയ്യുന്നു. ഒരുപാട് ഭഗവത്ഗീത ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷൻ കൂടി ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് എഴുതിയ ആൾക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ കോൺഷ്യസ്നെസ് ലെവലാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്താണ് ആഗ്രഹിച്ചത് മാനവരാശിക്ക് കൊടുക്കാൻ വേണ്ടിയത്, അതിൽ ശരിക്കും അതേപോലെ ആസ് ഇറ്റ് ഈസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് തുനിഞ്ഞത് എന്നാണ് പ്രഭുപാദ പല സമയത്തും റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വി ഷുഡ് നോട്ട് ബി മിസ്ലെഡ് വിത്ത് ഡിഫറെൻറ്റ് ഫിലോസഫീസ്. അതുകൊണ്ടാണ് പ്രഭുപാദ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, സോ Lord Chaitanya has forbidden us to read commentations made by the Mayavadi and wants that one who takes to such an understanding of the Mayavada philosophy loses all power to understand the real mystery of the Gita. അപ്പോൾ ചൈതന്യ മഹാപ്രഭു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് മായാവാദ ഭാഷ്യസുനിലെ ഹായ സത്യനാശ. ഓക്കെ, മായാവാദികളുടെ ഭാഷ്യം ആര് കേട്ടോ അവർക്ക് സർവനാശമാണെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ it is misleading. That philosophy or that siddhanta is misleading. It is exactly taking opposite direction. Okay, മായാവാദ ഭാഷ്യസുനിലെ ഹയ സർവനാശ എന്ന് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കമൻട്രീസും അങ്ങനത്തെ പുസ്തകങ്ങളും വായിക്കാതിരിക്കുക, അങ്ങനത്തെ സോഴ്സും നമ്മൾ കേൾക്കാതിരിക്കുക. സോ വി ഷുഡ് ബി എസ്പെഷ്യലി നമ്മളെല്ലാം ന്യൂഫൈറ്റ് സ്റ്റേജിലാണ്. ഓക്കെ, നമ്മളൊരു മധ്യമ സ്റ്റേജിലാണെങ്കിൽ, മധ്യമാധികാരി സ്റ്റേജിലാണെങ്കിൽ എന്ത് കേട്ടാലും കുഴപ്പമില്ല. We have that 100% faith and conviction in the words of Lord Krishna and the authentic acharyas. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പം നമ്മളെല്ലാം ഒരു കനിഷ്ഠ സ്റ്റേജിലാവുകൊണ്ട് we may be misled or we may be confused. അതുകൊണ്ട് we should try to avoid the philosophy which is misleading us, especially the Mayavada philosophy, who refutes the very existence of the Supreme Lord in his original transcendental form. ഇതാണ് പ്രഭുപാദ നമ്മളെ വാൺ ചെയ്യുന്നത്. പ്രഭുപാദ മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാൻ കൃഷ്ണൻ സ്വയമാണ്. അപ്പോൾ ഭഗവാൻ സ്വയം കൃഷ്ണൻ സ്വയം ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാണ്, യു ഷുഡ് നോട്ട് ലിസൺ ടു ദ അതർ ഫിലോസഫി ബിക്കോസ് യു വിൽ ബി മിസ്ലെഡ് ആൻഡ് യു വിൽ ബി ഡീവിയേറ്റഡ് ഫ്രം ദ റൈറ്റ് പാത്ത് എന്ന് നമ്മളോട് വാൺ ചെയ്യുന്നു. സോ ഇഫ് ഇൻഡിവിജ്വാലിറ്റി റിഫേഴ്സ് ടു ദ എംപിറിക്കൽ യൂണിവേഴ്സ്, then there is no need of teaching by the Lord. The plurality of the individual soul and the Lord is an eternal fact and it is confirmed by the Vedas as above mentioned. അപ്പോൾ ശ്വേതസ്വതര ഉപനിഷത്തിലും കഠോപനിഷത്തിലും പറഞ്ഞ പോലെ നമ്മളും ഇൻഡിവിജ്വലാണ്, ഭഗവാനും ഇൻഡിവിജ്വലാണ്, കാണുന്ന എല്ലാ ലിവിങ് എൻറ്റിറ്റീസും ഇൻഡിവിജ്വലാണ്. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ it will remain so. It will continue because there is no beginning, there is no end, there is no middle for all the living. It's not that ഭഗവാന് കുറച്ചും കൂടി കൂടുതൽ സോൾസിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, കുറച്ച് സോൾസ് ആത്മാക്കൾ കുറവാണ് ഈ യൂണിവേഴ്സിൽ, ഞാൻ കുറച്ച് കൂടുതൽ ആത്മാക്കളെ സൃഷ്ടിക്കട്ടെ എന്നും അങ്ങനത്തെ ഒന്നും അല്ല. എല്ലാ ആത്മാക്കളും എറ്റേണലി എക്സിസ്റ്റ് ആണ്, കൂടുതലുള്ള കുറവുമില്ല. ഒന്നുകിൽ അവർ ആത്മീയ ലോകത്താണ് അല്ലെങ്കിൽ അവർ ഭൗതിക ലോകത്താണ്.
ഭൗതിക ലോകത്തിലും പല പല ശരീരം എടുത്തിട്ട് അവർ ജയിക്കുന്നു. അപ്പോൾ കുറച്ച് ഇവിടെ കൂടി കുറച്ച് അവിടെ കുറഞ്ഞു, കുറേ പ്രൊമോഷൻ കിട്ടി, കുറേ ഡിമോഷൻ കിട്ടി. ലിവിങ് എൻറ്റിറ്റീസ് ആർ ഓൾ ഇറ്റ്സ് നോട്ട് ന്യൂ. അവർ പുതുതായിട്ട് വരുന്നില്ല, അവർ നശിക്കുന്നില്ല. എല്ലാവരും എക്സ്റ്റേണലി എക്സിസ്റ്റൻ്റ് ആണ്, കോ എക്സിസ്റ്റിംഗ് വിത്ത് സുപ്രീം ലോർഡ് എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. So we have completed very nice verse 12. Natvevaham jadunasam natvam neme janadhiva nachaiva na bhavishyama sarve vayam ataparam. So very beautiful words. Okay, so I'll stop here. അടുത്ത ക്ലാസ്സിൽ ടെക്സ്റ്റ് 13 മുതൽക്ക് തുടങ്ങാം. ദേഹിനോസ്മിനി അതാതെ. ഇതും വളരെ നല്ലൊരു വേഴ്സാണ്, ശ്ലോകമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഒരുപാട് തവണ ഈ ശ്ലോകങ്ങളെല്ലാം ഒരുപാട് തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പോട്ടും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യാണ്. കാരണം വെച്ചാൽ നമ്മളുടെയും മന്ദബുദ്ധിയാണല്ലോ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പം മനസ്സിലായി തോന്നും, പക്ഷേ നാളെ വീണ്ടും തഥൈവ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ അതന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. കുറച്ചും കൂടിയും ഫൗണ്ടേഷൻ സ്ട്രോങ് ആവും അല്ലേ. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ ഐ വിൽ ലീവ് ടു യു, സോ യു ക്യാൻ ഷെയർ യുവർ തോട്ട്സ്, യുവർ കമൻറ്റ്സ്. സർവബാലപ്രഭു, ഹരേ കൃഷ്ണ. ഇതൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ച കാര്യങ്ങളാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു മാത്രം അല്ലേ സിമി മാതാജി? അല്ല, ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതെല്ലാം അറിയുന്നതാണല്ലോ. വീണ്ടും വീണ്ടും ഇതിനാണ് ഇത്ര കൂടുതൽ നമ്മൾ പറയുന്നത് ചോദിക്കും അല്ലേ. നമ്മൾ എത്രയോ തവണ ഇതൊക്കെ ആവർത്തിച്ച കാര്യങ്ങളാണ് പല ക്ലാസ്സിലും. അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള പല സബ്ജക്റ്റ് വന്നപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. യെസ്, എല്ലാവരും സൈലന്റ് ആണല്ലോ. സോ എന്താണ്, ഷെയറിങ് ഉണ്ടോ? അല്ലോ, കണ്ണം പ്രഭു എന്താ പറയണ? മനോജ് പ്രഭു. പ്രഭുജി ശ്ലോകം പഠിച്ചു വെച്ചിരിക്കുക, ചോദിച്ചാൽ കൊള്ളായിരുന്നു. അത്